പിറന്നല്ലോ പൊന്നും ചിങ്ങം തിരുവോണമാസമല്ലോ എങ്ങും മലയാളദേശത്തിപ്പോൾ പൊങ്ങുകൂരവേയും പാട്ടു കേളും പൊന്നണി മുക്കൂറ്റി പൂവിടേണം പൂവിടാൻ നേരം പുലർന്നുകൂടാ മാവേലി വന്നിടും മാസമല്ലോ ആവോളം ഓടികൾ കൂട്ടിടേണം അത്തം തുടങ്ങിയ പത്തുടകം അരിയുത്തറ ലയൺസ് ക്ലബും ആഭിമുഖ്യം നടത്തുന്ന ഓണാഘോഷ പരിപാടിയോടനുബന്ധിച്ച് 100 കുടുംബങ്ങൾക്ക് ഓണക്കിറ്റ് വിതരണമാണ്. അതിന്റെ അധ്യക്ഷയായിട്ട് കോട്ടയം ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ശ്രീമതി ബിന്ദു സഭാഷിനെ ക്ഷണിച്ചുകൊള്ളുന്നു. നിർവഹിക്കുന്ന ഏറ്റവും ആദരണീയനായ പാലായുടെ MLA ശ്രീ മാണി സി കാപ്പൻ അവർകൾ, അതോടൊപ്പം തന്നെ ഇവിടെ ആദരവ് ഏറ്റുവാങ്ങുന്ന പ്രൊഫസർ റോയ് തോമസ് അവർകൾ, പ്രോജക്ട് അവതരണം നടത്തുന്ന ലയൺസ് ക്ലബിന്റെ ജില്ലാ കോർഡിനേറ്റർ കൂടിയായ ശ്രീ സിബി മാത്യു പ്ലാത്തോട്ടം അവർകൾ, ബഹുമാനിയായ തലപ്പലം ഗ്രാമപഞ്ചായത്തിന്റെ പ്രസിഡന്റ് ശ്രീമതി ജോമി ബെന്നി, ഓണ സന്ദേശം നൽകുന്ന ശ്രീമതി ശ്രീകല ആർ ജില്ലാ പഞ്ചായത്ത് ഡിവിഷൻ മെമ്പർ, ആശംസകൾ അർപ്പിച്ച് സംസാരിക്കുന്ന ശ്രീ ഗിറ്റോ ടി മാത്യു പ്രസിഡന്റ് അരിയുത്തറ ലയൺസ് ക്ലബ്ബ്, അതോടൊപ്പം തന്നെ ഇവിടെ സന്നിഹിതരായിരിക്കുന്ന ഏറെ ബഹുമാന്യരായ ജിനോ മെമ്പർ, ഇരാറ്റുപേട്ട ബ്ലോക്ക് പഞ്ചായത്തിന്റെ ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റിയുടെ ചെയർമാൻ കൂടിയായ ശ്രീ സ്റ്റാൻലി മാണി, ശ്രീമതി ഗ്രേസമ്മ, അതോടൊപ്പം തന്നെ ഇവിടെ നമുക്ക് എല്ലാവർക്കും സ്വാഗതം ആശംസിച്ച ഏറെ പ്രിയപ്പെട്ട ഈ വാർഡിന്റെ മെമ്പർ കൂടിയായ ശ്രീ ജെറ്റോ ജോസ്. ലയൺസ് ക്ലബിനെ നടന്നിരിക്കുക ലയൺസ് ക്ലബിന്റെ കാര്യങ്ങൾ നടക്കുമ്പോൾ ഈ ലയൺസ് ക്ലബ് സിബിയുടെ നേതൃത്വത്തിൽ ഇവിടെ കഴിഞ്ഞ കോവിഡ് കാലത്തും മറ്റു പല സന്ദർഭങ്ങളിലും ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി മുൻപോട്ട് വന്നിട്ടുണ്ട്. അതൊരു അരികത്തിന് ലയൺസ് ക്ലബിനെ സംബന്ധിച്ചിടത്തോളം വലിയൊരു കാര്യമാണ് സാധാരണക്കാരായി ചെയ്യുന്നത്. ഈ കാര്യങ്ങൾ ഇതുപോലെ തന്നെ തുടർന്നു പോകാൻ ലയൺസ് ക്ലബിന് കഴിയട്ടെ എന്ന് ഞാൻ ആശംസിക്കാം. പ്രിയപ്പെട്ട ശ്രീ റോയ് തോമസ് സാറിനെ പ്രത്യേകം ഞാൻ അഭിനന്ദിക്കുകയാണ്. അദ്ദേഹത്തിന്റെ മാതാപിതാക്കളുടെ ഓർമ്മ നിലനിർത്തുവാൻ വേണ്ടി ഇത്തരം കാര്യങ്ങൾ ചെയ്യുന്നത് തീർച്ചയായും അംഗീകരിക്കപ്പെടേണ്ട കാര്യമാണ്. അദ്ദേഹത്തിന് പ്രത്യേകം ഞാൻ നന്ദി അറിയിക്കുകയാണ്. ഈ ബാനറുള്ളത് അപ്പം ഒരുപക്ഷെ ഇവിടെയുള്ള കൂടുതൽ മുതിർന്ന തലമുറയിലുള്ള എല്ലാവർക്കും അറിയാമായിരിക്കും. തോമസ് 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 അമ്മച്ചി എല്ലാവർക്കും അറിയാമായിരിക്കും. അപ്പൊ അവരുടെ ഓർമ്മ നിലനിർത്താൻ തുടങ്ങിയ ഒരു പ്രസ്ഥാനമാണിത്. കുറച്ച് കാര്യങ്ങൾ ചെയ്യുവാനായിട്ട് നമുക്ക് സാധിക്കുന്നുണ്ട്. അത് ഒരിക്കലും പൈസ എക്സസ് ഉള്ളത് കൊണ്ടല്ല, ഒരു നമുക്ക് കിട്ടുന്നതിൽ ഒരു വീതം അധ്വാനം
ദിവസം 7 മണിക്കൂറൊക്കെ ജോലി ചെയ്തിട്ടാണ് ഞാൻ പൈസ ഉണ്ടാക്കുന്നത്. രാവിലെ 7 മണി മുതൽ രാത്രി 9 വരെയൊക്കെ ജോലി ചെയ്യുന്നുണ്ട്. അപ്പം ഇതൊക്കെ ഹാർഡ് വർക്ക് ചെയ്തിട്ട് ഉണ്ടാക്കിയ പൈസയാണ്. ഇങ്ങനെയൊരു എല്ലാവരെയും മുമ്പിൽ എത്താൻ സാധിച്ചതില്ല. പ്രത്യേകിച്ച് ഇന്ന് ഇത്രയും ആളുകൾ ഇവിടെ വന്നത് എല്ലാവരും, പ്രത്യേകിച്ച് 1-2 പേരോട് എനിക്ക് നന്ദി പറയാനുള്ളത്. പ്രത്യേകിച്ച് ജറ്റോയും സിബി മാത്യു ബ്ലാത്തോട്ടവും ഒക്കെ ഇതിനകത്ത് ട്രാൻസ്ഫർ ജില്ലാ ചീഫ് പ്രോജക്ട് കോർഡിനേറ്റർ ഒരുപാട് എന്റെ കൂടെ നിന്ന് ഇതിനു വേണ്ടിയിട്ട് അധ്വാനിച്ചിട്ടുണ്ട്. എല്ലാവർക്കും അതിന്റെ നന്ദി ഞാൻ അറിയിക്കുകയാണ്. പിന്നെ എല്ലാവരെയും ഇവിടെ വന്ന എല്ലാവരും ഞങ്ങളുടെ ചാരിറ്റി സൊസൈറ്റിയോടുള്ള താല്പര്യവും ലയൺസ് ക്ലബിനോടുള്ള താല്പര്യവുമാണ്. അപ്പൊ എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി പറഞ്ഞുകൊണ്ട് എന്റെ വാക്കുകൾ ഞാൻ അവസാനിപ്പിക്കുന്നു. നമ്മുടെ ഇന്നത്തെ നല്ല പുണ്യപ്രവൃത്തി അധ്യക്ഷത അലങ്കരിക്കുന്ന ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ബിന്ദു സെബാസ്റ്റ്യൻ, ഏറ്റവും ആദരണീയനായ നമ്മുടെ ഇന്നത്തെ ഈ നല്ല പുണ്യപ്രവൃത്തി ഉദ്ഘാടനം ചെയ്ത പാലാ MLA ശ്രീ മാൻസി കാപ്പൻ, അതുപോലെ തന്നെ തലപ്പലം പഞ്ചായത്തിന്റെ പ്രസിഡന്റ്, ജില്ലാ പഞ്ചായത്ത് മെമ്പർ, ബ്ലോക്ക് മെമ്പർമാര്, വാർഡ് മെമ്പർമാര്, ഈ പ്രോഗ്രാമിനെല്ലാം നേതൃത്വം കൊടുത്തുകൊണ്ട് ഇതിനു വേണ്ട ഫണ്ടുകളെല്ലാം നമുക്ക് തന്ന് വിവിധങ്ങളായ പുണ്യപ്രവൃത്തികൾ നമ്മുടെ നാട്ടിൽ ചെയ്തുകൊണ്ടിരിക്കുന്ന ഞങ്ങളുടെ പ്രിയപ്പെട്ട ലൈൻ മെമ്പറും വില്ലേജ് സ്റ്റഡീസ് സെന്ററിന്റെ മാസ്റ്റർ വിഭാഗം HOD-യുമായ പ്രിയപ്പെട്ട റോയ് സാറ്, അരുവിത്ര ലയൺസ് ക്ലബിന്റെ പ്രസിഡന്റ് ടിറ്റോ മാത്യു തേക്കൽ, ഞങ്ങളുടെ പ്രിയപ്പെട്ട സെക്രട്ടറി മനോജ് ബെഞ്ചമിൻ സാറ്, പ്രിയപ്പെട്ട ലൈൻ ബോർഡ് മെമ്പേഴ്സ്, നല്ലവരായ നാട്ടുകാരെ, ഏറെ സന്തോഷമുണ്ട്. ലോകത്തിലെ ഏറ്റവും വലിയ സേവന സന്നദ്ധ സംഘടനയായ ലയൺസ് ക്ലബ്സ് ഇന്റർനാഷണലിന്റെ ഏതാനും പ്രോജക്ടുകളിൽ ഒന്നായ ഹങ്ങർ റിലീഫ്, വിശക്കുന്നവർക്ക് ആഹാരം പ്രോജക്ടാണ് ഞങ്ങളിത് ഈ ഓണവുമായി ബന്ധപ്പെട്ട് ഇവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഓണവുമായി ബന്ധപ്പെട്ട് എല്ലാ വർഷവും ഞങ്ങൾ 3 പുണ്യപ്രവൃത്തികൾ ചെയ്യാറുണ്ട്. കഴിഞ്ഞ വർഷം അതുപോലെ തന്നെ ചെയ്തു. ഈ വർഷവും ഞങ്ങൾ 3 പുണ്യപ്രവൃത്തികൾ. ഒന്ന്, ഇന്നിവിടെ നടക്കുന്ന ഈ ഒരു നല്ല പ്രോഗ്രാം. ഒരെണ്ണം കഴിഞ്ഞ ആഴ്ചയിൽ തീക്കോയി സ്പെഷ്യൽ സ്കൂളിലെ, നമുക്കറിയാം സ്പെഷ്യൽ സ്കൂൾ എന്ന് പറയുമ്പോൾ നമ്മളെപ്പോലെ അല്ലാതെ ബുദ്ധിമാന്യമുള്ളവരും നടക്കാൻ മേലാത്തവരും വിവിധങ്ങളായ ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്ന 100ഓളം കുട്ടികളും അവരുടെ രക്ഷകർത്താക്കളും അടങ്ങിയ ഒരു പ്രോഗ്രാമിൽ ഞങ്ങൾ കഴിഞ്ഞ ആഴ്ചയിൽ അവിടെ പോയി ഞങ്ങളുടെ ഓണാഘോഷ പരിപാടികൾ, അത്തപ്പൂയിടിയില് ഓണസദ്യ, വിവിധ കലാപരിപാടികൾ എല്ലാം നടത്തിയാണ് ഞങ്ങൾ ഒരു ദിവസത്തെ ഓണം അന്ന് ആഘോഷിച്ചത്. ഇനി ഞങ്ങളുടെ അടുത്ത ഓണാഘോഷ പരിപാടി ഇന്ന് വൈകുന്നേരം 4 മണിക്ക് മീഡിയ സെൻട്രൽ ബേക്കർ കോളേജിൽ NSSന്റെ ക്യാമ്പ് ചാലമറ്റ MD-CMS ഹൈസ്കൂളിൽ വെച്ച് നടക്കുകയാണ്. അവരുമായി ഒന്നിച്ച് അവർക്ക് നല്ലൊരു മോട്ടിവേഷൻ ക്ലാസ് ഉൾപ്പെടെ അവരുടെ സൽക്കാരം ഉൾപ്പെടെയുള്ള നല്ല പ്രോഗ്രാമുകൾ ഇന്ന് വൈകുന്നേരവും ഞങ്ങൾ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. അങ്ങനെയുള്ള 3 പ്രോഗ്രാമുകളാണ് ഞങ്ങൾ ഈ ഓണവുമായി ബന്ധപ്പെട്ട് ഞങ്ങൾ ചെയ്യുന്നത്. അതുകൊണ്ട് സാറിന് കൊടുക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾ അരുവിത്ര ലയൺസ് ക്ലബിനെ പറ്റി പറയുകയാണെങ്കിൽ ഞങ്ങൾ അരുവിത്ര മാത്രമല്ല, നിങ്ങൾക്കൊക്കെ അറിയാം, മേലുകാവ്, മൂന്നലവ്, തലപ്പലം, തീക്കോയി, തലനാട്, തെടനാട്, പാല, ഈ ഇവിടങ്ങളിലെല്ലാം ഞങ്ങൾ വിവിധങ്ങളായ പ്രവർത്തനങ്ങൾ ചെയ്തുകൊണ്ടാണ് ഇരിക്കുന്നത്. ഇത്തവണ പ്രളയവുമായി ബന്ധപ്പെട്ട് തന്നെ ഞങ്ങൾ അരുവിത്ര ലയൺസ് ക്ലബിന്റെയും ലയൺസ് 318Bയുടെയും ഒക്കെ നേതൃത്വത്തിൽ ഞങ്ങൾ ഏതാണ്ട് 100ഓളം ഇതുപോലെ തന്നെയുള്ള കിറ്റുകൾ, പെരിങ്ങളം, അവിടെ നമുക്കറിയാം പൂഞ്ഞാർ തെക്കേക്കരയാണ് ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ടുകൾ ഉണ്ടായത്, ഉരുൾപൊട്ടലുണ്ടായി. അവിടെ 100ഓളം കിറ്റുകൾ ഇതുപോലെ തന്നെ ഞങ്ങൾ കൊടുത്തു. അതുകൂടാതെ കഴിഞ്ഞ ദിവസം ഞങ്ങൾ കൈപ്പള്ളിയിൽ ഏതാണ്ട് 40 കിറ്റുകൾ ഇതുപോലെ തന്നെ അവിടെയും ദുരിതാശ്വാസ ക്യാമ്പുകളിൽ കഴിഞ്ഞ ആൾക്കാർക്ക് ഞങ്ങൾ കൊടുത്തു. ഇങ്ങനെയുള്ള നല്ല പുണ്യപ്രവൃത്തികൾ ചെയ്തുകൊണ്ട് മുന്നോട്ട് പോകുന്ന അരുവിത്ര ലയൺസ് ക്ലബിന്റെ പ്രസിഡന്റിനെയും ബോർഡ് മെമ്പേഴ്സിനെയും ലൈൻ മെമ്പേഴ്സിനെയും എല്ലാം ഈ അവസരത്തിൽ പ്രത്യേകം അഭിനന്ദിക്കുന്നു. പ്രോഗ്രാം ഇവിടെ അറേഞ്ച് ചെയ്തിരിക്കുന്നത് നമ്മുടെ വാർഡുകളിൽ അർഹതപ്പെട്ടവർക്ക് തന്നെ ഈ കിറ്റുകൾ എത്തിച്ചേർന്ന് വിതരണം ചെയ്യുകയും ഈ പ്രോഗ്രാമിലേക്ക് കടന്നു വരാൻ സാധിച്ചു. ലയൺസ് ക്ലബിനെ സംബന്ധിച്ച് മറ്റ് പല ചാരിറ്റി പ്രവർത്തനങ്ങളിലും അവരുടെ പ്രോഗ്രാമുകളിലും സ്കൂൾ കുട്ടികൾക്കുള്ള ബാഗുകൾ, ഞങ്ങളുടെ ചില്ലച്ചിയിലുള്ള നിവാസികൾക്ക് വേണ്ടിയിട്ട് ഒരു പൊതു കിണർ നിർമ്മിക്കാൻ വേണ്ടിയിട്ട് 2 സെന്റ് സ്ഥലം തരാമെന്ന് വാഗ്ദാനം ചെയ്തിട്ടുണ്ട്. സാമൂഹിക പ്രവർത്തനങ്ങൾ നന്ദിയോടെ ഓർക്കുന്നു. ഇവിടെ എത്തിച്ചേരാൻ ഇങ്ങോട്ട് ഞങ്ങളെ ക്ഷണിച്ചതിലും ലയൺസ് ക്ലബ് അംഗങ്ങളോടും എല്ലാവരോടും നന്ദി അറിയിച്ചുകൊണ്ട് എല്ലാവർക്കും ഓണാശംസകൾ നേർന്നുകൊണ്ട് നിർത്തട്ടെ. നന്ദി. 2 ആഴ്ച മുമ്പൊക്കെ നമ്മൾ വളരെ ദുഃഖത്തിലായിരുന്നു. മഴക്കെടുതി മൂലം ആ വിഷമത്തിൽ നിന്നൊക്കെ ഒന്ന് കരകയറി വരുന്നു. അതിനൊരു കൈത്താങ്ങായി ഇന്ന് ഒരുപാട് പേര് നമ്മുടെ കൂടെയുണ്ട്. ഇവർക്കൊക്കെ ഒരു കൈത്താങ്ങായി ഈ ഓണക്കെട്ട് വിതരണം നൽകുക, ഇതിന് മുൻകൈ എടുത്ത നമ്മുടെ
ഏറ്റവും ബഹുമാനായ റോയ് തോമസ് സാറിനോടും അതുപോലെ നമ്മുടെ ഏറ്റവും ബഹുമാനായ സിബി മാത്യു ക്ലാത്തോട് നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ എന്റെ കർത്തവ്യത്തിലേക്ക് കടക്കട്ടെ. ഏറ്റവും ധന്യമായ ഈ യോഗത്തിൽ അധ്യക്ഷപദം അലങ്കരിക്കുന്ന ഏറ്റവും ബഹുമാന്യായ ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ശ്രീമതി ബിന്ദു സെബാസ്റ്റ്യൻ, ഈ ധന്യമായ ചടങ്ങ് ഉദ്ഘാടനം ചെയ്ത് കടന്നുപോയ നമ്മുടെ പ്രിയങ്കരനായ MLA ശ്രീ മാണി സി കാപ്പൻ MLA, നമ്മള് ഇന്ന് ഇവിടെ ഈ ചടങ്ങ് നടത്താൻ ഏറ്റവും കൂടുതൽ കരുതൽ നടത്തിയ അല്ലെങ്കിൽ കാരണഭൂതനായ നമ്മുടെ എല്ലാവരുടെയും പ്രിയങ്കരനായ ആദരണീയനായ നമ്മൾ ആദരവ് നൽകിയ പ്രൊഫസർ റോയ് തോമസ്. പ്രിയമുള്ള മാധ്യമപ്രവർത്തകരെ, സ്നേഹം നിറഞ്ഞ മാതാപിതാക്കളെ, ഒരു ഓണക്കാലം അർത്ഥവത്താകുന്നത് പങ്കുവെക്കലിന്റെ ഒരു സന്ദേശം നൽകുന്നതാണ്. വാക്കുകൾക്കപ്പുറം നമ്മുടെ കരങ്ങളിൽ സ്നേഹസമ്മാനമായിട്ട് ഇന്ന് ഈ ഒരു വലിയ കാര്യം എത്തുമ്പോൾ അരുവിത്തറ ലയൺസ് ക്ലബിന്റെ അംഗ പ്രോജക്ട് ഇവിടെ ഒരു സ്റ്റെപ്പ് കൂടി മുമ്പോട്ട് പോവുകയാണ്. നമുക്കറിയാവുന്ന പോലെ തന്നെ KS തോമസ് കടപ്പിലാക്കി മെമ്മോറിയൽ ചാരിറ്റിയുടെ നേതൃത്വത്തിൽ സാറിന്റെ വലിയൊരു മനസ്സാണ്. കാരണം പലപ്പോഴും സമൂഹത്തിന്റെ പൊതുവായ കാര്യങ്ങൾ നന്മ ചെയ്ത് ആരും കാണുകയില്ല. ഒരു കുറ്റം വന്നാൽ 100 പേരുടെ അടുക്കൽ പറയാൻ പറ്റുന്ന ഒരു സമൂഹമാണ് നമ്മൾ ഉൾപ്പെടെയുള്ള സമൂഹം എന്നതിന്റെ തിരിച്ചറിവോട് തന്നെയാണ് സാറ് ഈ വലിയ ദൌത്യം ചെയ്യുന്നത്. തന്റെ പ്രിയപ്പെട്ട പിതാവ് KS തോമസ് സാറിന്റെ മാതാവിന്റെയൊക്കെ ആ ഒരു ഓർമ്മയും ആ സ്നേഹം കൊണ്ട് ഇത് ചെയ്യുമ്പോൾ അതിലേറെ ഒരു ആത്മാർത്ഥത കൂടിയുണ്ട് എന്നറിയാൻ പറ്റും. ലയൺസ് ക്ലബ്ബുമായിട്ട് ചേർന്ന് വരുമ്പോൾ സാറിന്റെ ആ ഒരു സ്നേഹത്തിന്റെ ലോകം വിശാലമാക്കുകയാണ്. അങ്ങനെ നാം ഇന്ന് ഈ പ്രോഗ്രാമിലായിരിക്കുന്നു. ഈ പ്രോഗ്രാം ഔദ്യോഗികമായിട്ട് നമുക്ക് ഉദ്ഘാടനം ചെയ്ത് നമ്മളെ അനുഗ്രഹിച്ച പ്രിയപ്പെട്ട മാണി സി കാപ്പൻ സാർ സമയത്തിൽ എത്തുകയും നമ്മളെ അനുഗ്രഹിക്കുകയും ചെയ്തു. ഇപ്പോൾ നമ്മോടൊപ്പം അദ്ദേഹം തിരക്കിട്ട് പോയെങ്കിലും അദ്ദേഹത്തിന്റെ സ്നേഹത്തിന്റെ വാക്കുകളുടെ സാന്നിധ്യത്തിനും നന്ദിയും സ്നേഹവും ഈ സമയത്ത് അറിയിക്കുന്നു. നമുക്കറിയാം, നമ്മുടെ ഈ ാണ് അതിനുവേണ്ടി ചിന്തിക്കുന്നത്. Hadi